സുരേഷ് സെൻറ്റർ ഫോർ അക്കൗണ്ടൻസിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറേ ട്രാൻസാക്ഷൻസ് നിന്നും എങ്ങനെയാണ് അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുന്നത് എന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് അത് കണ്ടിന്യൂ ചെയ്യും. അതിന് മുൻപായിട്ട് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ഭാഗം തുടരാം. അക്കൗണ്ടിങ്ങിൽ ധാരാളം കോൺസെപ്റ്റ്സ് ഉണ്ട്. നമ്മൾ കോൺസെപ്റ്റ്സിനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുന്നതിന് വേണ്ടി മാത്രമായി അതിലെ ഒരു കോൺസെപ്റ്റിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാനൊന്ന് പറയാൻ പോവാണ്. ബിസിനസ്സിൽ ഉള്ള ഈ കോൺസെപ്റ്റിൻ്റെ പേര് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നാണ്. എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ് ആൻഡ് ഓണേഴ്സ് ആർ ടു ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ്. ബിസിനസ് ആൻഡ് ഓണേഴ്സ് ആർ ടു ഡിസ്റ്റിങ്ക്റ്റ് പേഴ്സൺസ്. ബിസിനസ് ഒരു വ്യക്തിയാണ്, ഓണർ വേറൊരു വ്യക്തിയാണ്. നിങ്ങളിത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് കരുതണം. ബിസിനസ് ഒരു വ്യക്തിയാണ്. ബിസിനസ്സിനെ ഒരു വ്യക്തിയായിട്ട്, ഒരു ഇൻഡിവിജ്വലായി കണക്കാക്കണം. ഓണർ വേറൊരു വ്യക്തിയാണ്. എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാണ്, അല്ലാതെ ഓണറുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചല്ല. അല്പം കൂടെ വിശദമാക്കിയാൽ ബിസിനസ്സിന് കിട്ടിയോ, ബിസിനസ് കൊടുത്തോ എന്നൊക്കെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഓണർക്ക് കിട്ടിയോ, ഓണർക്ക് കൊടുത്തോ എന്നുള്ള രീതിയിലല്ല ചിന്തിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യുന്നു. ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുന്ന രീതി തുടരുകയാണ്. അതിൽ ഒരു ബിസിനസ്മാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നതാണ് പറയാൻ വരുന്നത്. എക്സാമ്പിൾ, മിസ്റ്റർ രാജ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. Mr. Raj started a business with cash ₹50,000. രാജ് 50,000 രൂപ മുടക്കി ഒരു ബിസിനസ് തുടങ്ങി. ഈ ട്രാൻസാക്ഷൻ നമ്മുടെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം, നമ്മുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യണം. നാം മനസ്സിലാക്കേണ്ടത്, ഓണർക്ക് വേണ്ടി ബിസിനസ്സിൽ 2 അക്കൗണ്ടുകളുണ്ട്. ഓണറുമായി ബിസിനസ് നടത്തിയ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് 2 അക്കൗണ്ടുകളുണ്ട്. ഒരു അക്കൗണ്ടിൻ്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും മറ്റേ അക്കൗണ്ടിൻ്റെ പേര് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്നുമാണ്. ഇങ്ങനെ 2 അക്കൗണ്ടുകൾ ഓണറുടെ പേരിൽ ബിസിനസ്സിലുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഓണറുടെ ബിസിനസ്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുക. ഓണർ ബിസിനസ്സിലേക്ക് എന്തു തുക മുടക്കിയിട്ടുണ്ട് അത് റെക്കോർഡ് ചെയ്യാനുള്ള അക്കൗണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ടിൻ്റെ ഉദ്ദേശം എന്താണ്? ഡ്രോയിങ്സ് അക്കൗണ്ടിൻ്റെ ഉദ്ദേശം ഓണർ അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്, അയാളുടെ പേഴ്സണൽ പർപ്പസിനെ ബിസിനസ്സിൽ നിന്നും ഇടയ്ക്ക് തുകയെടുത്ത് ഉപയോഗിക്കും. ആ തുക, വ്യക്തിപരമായ ആ പിൻവലിക്കുന്ന തുക റെക്കോർഡ് ചെയ്യാനുള്ള അക്കൗണ്ടാണ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇങ്ങനെ ഓണറുടെ പേരിൽ 2 അക്കൗണ്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനിയും ഈ ട്രാൻസാക്ഷൻ ഒന്ന് നോക്കി. രാജ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. 50,000 രൂപ മുടക്കി രാജ് എന്നുള്ള ബിസിനസ്സുകാരൻ ഒരു ബിസിനസ് തുടങ്ങി. നമ്മൾക്ക് ഇങ്ങനെ പറയാം, ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഓണേഴ്സ് അക്കൗണ്ടായ ക്യാപിറ്റൽ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. ഇത് കാരണം ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്. ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. അതേപോലെ ഇത് ക്യാപിറ്റൽ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. കാര്യം ഓണറുമായി നടത്തിയ ട്രാൻസാക്ഷനാണ്. ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. നമുക്കറിയാം, അസറ്റ് ഇൻക്രീസ് ചെയ്താൽ അതിന് ഡെബിറ്റ് കൊടുക്കണം എന്നാണ് പഠിച്ചേക്കുന്നത്. അതുകൊണ്ട് ക്യാഷിന് ഡെബിറ്റ് കൊടുക്കണം. അസറ്റ് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു വരുന്ന അസറ്റിന് ഡെബിറ്റ് കൊടുക്കണം. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നാണ് നമ്മൾ പഠിച്ചത്. ക്യാഷ് വന്നു, ക്യാഷിന് ഡെബിറ്റ്. ഇതേപോലെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓണേഴ്സ് അക്കൗണ്ടാണ്. ഈ ക്യാപിറ്റലിൻ്റെ ഗിവർ ആണ് ഓണർ. അതുകൊണ്ട് ക്യാപിറ്റലിന് ക്രെഡിറ്റ് കൊടുക്കണം. വേറെ രീതിയിൽ, മോഡേൺ രീതിയിൽ പറഞ്ഞാൽ, ബിസിനസ്സിലെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്,
ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്യാപിറ്റലിന് ക്രെഡിറ്റ് കൊടുക്കണമെന്നാണ് പഠിച്ചത്. അതുകൊണ്ട് ക്യാപിറ്റലിന് ക്രെഡിറ്റ്, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നതുകൊണ്ട് ക്യാഷിന് ഡെബിറ്റ്. ഓക്കെ. ഇനി മറ്റൊരു ട്രാൻസാക്ഷൻ രാജ് ദ പ്രൊപ്രൈറ്റർ, ഞാൻ എല്ലാം എഴുതുന്നില്ല. രാജ് ദ പ്രൊപ്രൈറ്റർ വിഡ്രോ ₹2000 ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. ഒന്നുകൂടി പറയാം. രാജ് ദ പ്രൊപ്രൈറ്റർ വിഡ്രോ ₹2000 ഫ്രം ദ ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ്. എന്താണ് അതിൻ്റെ അർത്ഥം? രാജ് ബിസിനസ്സിൽ നിന്നും അയാളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക്, സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് 2000 രൂപയെടുത്തു. ബിസിനസ്സിൽ നിന്ന് 2000 രൂപയെടുത്തു. അത് റെക്കോർഡ് ചെയ്യണം. ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം. എങ്ങനെ റെക്കോർഡ് ചെയ്യും? ആദ്യം ഇത് റെക്കോർഡ് ചെയ്യേണ്ട അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അത് റെക്കോർഡ് ചെയ്യേണ്ടത് ക്യാഷ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. 2, ഓണറുമായി നടത്തിയ ട്രാൻസാക്ഷനാണ്. ഓണറുമായി നടത്തിയ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യേണ്ടത് ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ്. കാരണം അയാൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് ഈ തുക എടുത്തത്. ഇവിടെയുള്ള ഓണേഴ്സ് അക്കൗണ്ടിൻ്റെ പേര് ഡ്രോയിങ്സ് അക്കൗണ്ട് എന്നാണ്. ബിസിനസ്സിൽ നിന്ന് ക്യാഷിന് പോയി, അതുകൊണ്ട് ക്യാഷിന് ക്രെഡിറ്റേ വരുള്ളൂ. ഓണറാണ് ഈ ക്യാഷിൻ്റെ റിസീവർ. അതുകൊണ്ട് ഓണേഴ്സ് അക്കൗണ്ടായ ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ക്രെഡിറ്റ് അക്കൗണ്ട് ഏതാണ്? ക്രെഡിറ്റ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ടും ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ടും വന്നു? കാരണം ഓണറാണ് റിസീവർ. ഓണേഴ്സ് അക്കൗണ്ടായ ഡ്രോയിങ്സിന് ഡെബിറ്റ് കൊടുക്കണം. ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയി അല്ലെങ്കിൽ ക്യാഷ് കുറഞ്ഞു, ഏത് രീതിയിൽ നോക്കിയാലും ക്രെഡിറ്റ് ക്യാഷിനാണ്. ഡെബിറ്റ് ഡ്രോയിങ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് ക്യാഷ് അക്കൗണ്ട്. ഇതേപോലെ സ്പെഷ്യലായിട്ട് നമുക്ക് ധാരാളം ട്രാൻസാക്ഷൻസ് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് ഈ ക്ലാസ്സിനിടയ്ക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഇനിയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കാൻ പോവാണ്. ജേണൽ ഒരു ബുക്കിൻ്റെ പേരാണ്. അക്കൗണ്ടിങ്ങിൽ ഈ ബുക്കിൻ്റെ അല്ലെങ്കിൽ ഇതിലെഴുതുന്ന കാര്യങ്ങളുടെ അത്രയും പ്രാധാന്യം മറ്റൊന്നിനുമില്ല. നിങ്ങളിനി ഏത് കോഴ്സിന് പഠിക്കാൻ പോയാലും അതിൻ്റെ എല്ലാ അടിസ്ഥാനം ഈ പറയാൻ പോകുന്ന ബുക്കാണ്. നിങ്ങൾ എന്ത് കോഴ്സിന്, ഹയർ സ്റ്റഡീസിന് എന്തിന് പോയാലും അതിൻ്റെ എല്ലാ അടിസ്ഥാനം ഈ ജേണലാണ്. ഡിഗ്രിക്കോ PG ലെവലിലോ CAക്കോ അങ്ങനെ എന്തിനും ആയിക്കൊള്ളട്ടെ, എന്തിനു പോയാലും അതിൻ്റെ എല്ലാ അടിസ്ഥാനം ഈ ജേണലാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ പ്രാധാന്യത്തോടു കൂടി വേണം ഇത് കേൾക്കാനും ഇത് പ്രാക്ടീസ് ചെയ്യാനും. ഇത് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ജേണൽ ഒരു ബുക്കിൻ്റെ പേരാണ്. ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ഉടൻ അത് എഴുതി വെക്കണം. ഒരു ബിസിനസ്സിൽ ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ, എന്ത് ട്രാൻസാക്ഷൻ എന്ന് ആയിക്കൊള്ളട്ടെ, ഗുഡ്സ് വാങ്ങുന്നതോ വിൽക്കുന്നതോ, ഏതെങ്കിലും എക്സ്പെൻസ് കൊടുക്കുന്നതോ, ഇൻകംസ് സ്വീകരിക്കുന്നതോ, അസറ്റ് വാങ്ങുന്നതോ വിൽക്കുന്നതോ, എന്തും ആയിക്കൊള്ളട്ടെ, ഏത് ട്രാൻസാക്ഷനും നടന്നാൽ ഉടൻ അത് എഴുതി വെക്കണം. അത് എഴുതാനുള്ള ബുക്കിൻ്റെ പേരാണ് ജേണൽ. അപ്പോൾ നമുക്ക് ജേണലിനെ കുറിച്ച് എന്ത് പറയാം? ജേണൽ ഈസ് എ ബുക്ക് ഇൻ വിച്ച് ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡഡ്. എല്ലാ ട്രാൻസാക്ഷൻസും ആദ്യമായി എഴുതുന്നതിനുള്ള ബുക്കാണ് ജേണൽ. ആദ്യമായി എഴുതുക എന്ന് പറയുമ്പോൾ രണ്ടാമത് മറ്റെവിടെയെങ്കിലും എഴുതുന്നുണ്ട് എന്നൊരർത്ഥമുണ്ട് അല്ലേ? ഉണ്ട്. ആ ബുക്കിനെ കുറിച്ച് നമുക്ക് 1-2 എപ്പിസോഡുകൾക്ക് ശേഷം ചർച്ച ചെയ്യാം. ആ ബുക്കിൻ്റെ പേര് ലെഡ്ജർ എന്നാണ്. അതിനെക്കുറിച്ച് അന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ജേണലിനെ കുറിച്ചാണ്. ജേണലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? എല്ലാ ട്രാൻസാക്ഷൻസും ആദ്യമായി റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് ജേണൽ. മറക്കരുത്. ഈ ജേണൽ ആദ്യമായി ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പേരുണ്ട്. ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും ഇതിന് പേരുണ്ട്. അതേപോലെ ഇതിന് മറ്റൊരു പേരാണ് ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി. ആദ്യമായി എൻ്റർ ചെയ്യാനുള്ള ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി എന്നുകൂടി ഇതിന് പേരുണ്ട്. ഈ ജേണലിൽ അക്കൗണ്ടൻ്റ് എഴുതുന്ന ആ ജോലിക്കൊരു പേരുണ്ട്, ആ പ്രോസസ്സിനൊരു പേരുണ്ട്. ആ ജോലിയെ വിളിക്കുന്ന പേരാണ് ജേണലൈസിങ്. ജേണലൈസിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന, ജേണലിൽ എന്നുള്ള ബുക്കിൽ എഴുതുന്ന ജോലിയുടെ പേരാണ് ജേണലൈസിങ്. ഇനി ജേണലിൽ എഴുതി കഴിഞ്ഞ ആ ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേര് ജേണൽ എൻട്രി എന്നാണ്. ജേണലിൽ എഴുതിയ ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേര് ജേണൽ എൻട്രി എന്നാണ്.
എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാനിപ്പോൾ പറഞ്ഞത് നോട്ട്സ് ആക്കി ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്, എല്ലാവരും എഴുതിയെടുക്കുക. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ജേണൽ ഈസ് എ ബുക്ക് ഇൻ വിച്ച് ഓൾ ദ ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡഡ്. എല്ലാ ട്രാൻസാക്ഷൻസും ആദ്യമായി റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് ജേണൽ. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ ബുക്ക് ഓഫ് പ്രൈമറി എൻട്രി. ആദ്യം എഴുതുന്ന ബുക്കായതുകൊണ്ട് ഇതിനെ ഒറിജിനൽ എൻട്രി എന്നോ അല്ലെങ്കിൽ പ്രൈമറി എൻട്രി എന്ന് വിളിക്കാറുണ്ട്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ഈസ് നോൺ ആസ് ജേണലൈസിങ്. ജേണലിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ആ പ്രക്രിയയെ എന്ത് വിളിക്കാം? ജേണലൈസിങ് എന്നാണ് വിളിക്കുന്നത്. ദ റെക്കോർഡഡ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ ഈസ് നോൺ ആസ് ജേണൽ എൻട്രി. ജേണലിൽ എഴുതിയ ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരാണ് ജേണൽ എൻട്രി. അപ്പോൾ എങ്ങനെയാണ് ഒരു ജേണൽ വരയ്ക്കുന്നത് എന്ന് നോക്കിക്കൊള്ളൂ. ഒരു ജേണൽ വരയ്ക്കുമ്പോൾ അതിന് ഇത്രയും കോളംസ് ഉണ്ട്. ഏറ്റവും ലെഫ്റ്റിലുള്ള കോളം ഡേറ്റ് കോളമാണ്. ഈ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് എഴുതാനുള്ളതാണ് ഈ കോളം. പർട്ടിക്കുലേഴ്സ് കോളമാണ് രണ്ടാമത്തെ കോളം. നമ്മൾ ഏതൊക്കെ അക്കൗണ്ടിലാണ് ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ആ അക്കൗണ്ടിൻ്റെ പേരെഴുതാനുള്ളതാണ് ഈ പർട്ടിക്കുലേഴ്സ് കോളം. അത് നമ്മൾക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാകും ഇവിടെ എന്താണ് എഴുതുന്നതെന്ന്. ലെഡ്ജർ ഫോളിയോ കോളം എന്ന് പറയും ഈ കോളം. ഇതൊരു ചെറിയ കോളമാണ്, ലെഡ്ജർ ഫോളിയോ കോളം. അത്രയും എഴുതേണ്ട, LF എന്നിട്ടാൽ മതി. LF, ലെഡ്ജർ ഫോളിയോ കോളം. എന്താണ് ഈ കോളത്തിൻ്റെ ഉപയോഗം? നമ്മൾ ഇവിടെ എഴുതിയ ജേണൽ എന്ന് പറയുമ്പോൾ ആദ്യമായി റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ്. ഇവിടെ നിന്നും പിന്നീട് ഈ ട്രാൻസാക്ഷൻസ് ലെഡ്ജർ എന്ന് പറയുന്ന മറ്റൊരു ബുക്കിലേക്ക് മാറ്റും. ലെഡ്ജർ എന്നുള്ള മറ്റൊരു ബുക്കിലേക്ക് മാറ്റി ലെഡ്ജറിൻ എന്ന ആ ബുക്കിൻ്റെ ഏത് പേജിലേക്കാണ് മാറ്റിയത് അതിനുള്ള കോളമാണ് ലെഡ്ജർ ഫോളിയോ കോളം. 2 എമൗണ്ട് കോളമുണ്ട്. അതിനുശേഷം ഒരു എമൗണ്ട് കോളത്തിൻ്റെ പേര് ഡെബിറ്റ് എമൗണ്ട് കോളം, അതിനുശേഷം ക്രെഡിറ്റ് എമൗണ്ട് കോളം. ഇങ്ങനെ ഇത്രയും കോളംസാണ് ഇതിന് ഉള്ളത്. അപ്പോൾ ജേണലിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്? അപ്പോൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ കുറേ ട്രാൻസാക്ഷൻസ് വേണ്ടേ? അത് സ്ക്രീനിൽ കാണുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. എന്നിട്ടത് നോക്കി വേണം പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ശീലിക്കാൻ. അപ്പോൾ നോക്കിക്കൊള്ളൂ. ജേണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഇതാണ് ചോദ്യം. ജേണലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ജേണലിൽ എഴുതുക താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ്. 2021 ജാനുവരി 1 ആദ്യത്തെ ട്രാൻസാക്ഷൻ നടന്നത്. എന്താണ് അന്ന് നടന്ന ട്രാൻസാക്ഷൻ? മിസ്റ്റർ അലക്സ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. അലക്സ് എന്നൊരു ബിസിനസ്സുകാരൻ പുതിയതായി ഒരു ബിസിനസ് തുടങ്ങി. 50,000 രൂപ മുടക്കിയാണ് ആ ബിസിനസ് തുടങ്ങിയത്. ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? നമുക്ക് ആദ്യം ഇതിൻ്റെ ഡെബിറ്റ് അക്കൗണ്ടും ക്രെഡിറ്റ് അക്കൗണ്ടും കണ്ടുപിടിക്കണം. ഇത് ക്യാഷ് ട്രാൻസാക്ഷനാണ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഒരു അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. ഓണറുമായി നടത്തിയ ട്രാൻസാക്ഷനാണ്, അതുകൊണ്ട് ഓണറുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ്, അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യേണ്ട രണ്ട് അക്കൗണ്ടുകൾ ക്യാഷ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ക്യാഷ് ഒരു അസറ്റാണ്. ഈ അസറ്റ്, ക്യാഷ് എന്നുള്ള അസറ്റ് ബിസിനസ്സിലേക്ക് വരികയാണ്, അതുകൊണ്ട് ഡെബിറ്റ് കൊടുക്കേണ്ടത് ക്യാഷിന്. ഓണറാണ് ഈ ക്യാഷിൻ്റെ ഗിവർ, അതുകൊണ്ട് ക്യാപിറ്റലിന് ക്രെഡിറ്റ്. അല്ലെങ്കിൽ തന്നെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തപ്പോൾ ക്യാപിറ്റലിന് ക്രെഡിറ്റ്. അപ്പോൾ ഡെബിറ്റ് അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് എന്നും ക്രെഡിറ്റ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഈ ട്രാൻസാക്ഷൻ ഈ ജേണലിൽ എഴുതാൻ പോവുകയാണ്. ആദ്യം ഡേറ്റ് കോളത്തിൽ 2021 ജാനുവരി 1 എന്നിട്ടിട്ട് ആദ്യം ഡെബിറ്റ് അക്കൗണ്ടിൻ്റെ പേരെഴുതുന്നു. ക്യാഷ് അക്കൗണ്ട്. ഇതിന് നേർക്ക് ഇത് ഡെബിറ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു അബ്രീവിയേഷൻ കൊടുക്കുന്നു. ഇനി വലത്തെ അറ്റത്ത് DR എന്ന് കൊടുത്തേക്കുക, DR. അതിനുശേഷം ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ പേര് രണ്ടാമത്തെ ലൈനിലാണ് എഴുതുന്നത്. രണ്ടാമത്തെ ലൈനിൽ എഴുതുമ്പോൾ ഒരല്പം സ്പേസ് റൈറ്റിലേക്ക് മാറ്റിയിട്ടേ എഴുതാവൂ. മുൻപൊക്കെ ക്രെഡിറ്റ് അക്കൗണ്ട് എഴുതുന്നതിന് മുൻപ്
ടു എന്നൊരു വേർഡ് ചേർത്തിട്ടേ എഴുതാറുണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ ഇപ്പോൾ നിങ്ങളെ ഇങ്ങനെ ശീലിപ്പിക്കുക, നിർബന്ധമൊന്നുമില്ല. ടു എന്ന് എഴുതിയതിന് ശേഷം ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ പേര് എഴുതുന്നു. ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ പേര് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇത് വായിക്കുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഒരിക്കൽ കൂടി വായിക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിൻ്റെ എമൗണ്ട്, ക്യാഷിൻ്റെ എമൗണ്ട് ഡെബിറ്റ് എമൗണ്ട് കോളത്തിൽ കാണിക്കണം. കാരണം ഇത് ആണല്ലോ ഡെബിറ്റ് അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിന് നേർക്ക് ക്രെഡിറ്റ് കോളത്തിൽ 50,000 കാണിച്ചേക്കുക. ഇനിയും ഒരു കാര്യം കൂടെ, ഈ ട്രാൻസാക്ഷനെ കുറിച്ച് ഒരു ലഘു വിവരണം നമ്മുടേതായ ഭാഷയിൽ ഇതിൻ്റെ ബ്രാക്കറ്റിലൊന്ന് കൊടുത്തേക്കുക. എന്താണ് ഈ സംഭവിച്ച കാര്യം എന്താണെന്ന് നമ്മുടേതായ ഭാഷയിൽ ഒരു സെൻറ്റൻസ് ഇവിടെ ഒന്ന് എഴുതിയേക്കുക. അലക്സ് സ്റ്റാർട്ടഡ് ബിസിനസ്. അലക്സ് സ്റ്റാർട്ടഡ് ബിസിനസ്. അതാണ് ഇവിടെ സംഭവിച്ച കാര്യം. അത് നമ്മൾ ചെറുതായിട്ട് ഒരു ലൈനിൽ എഴുതി. ഈ ബ്രീഫ് ഡിസ്ക്രിപ്ഷനെ വിളിക്കുന്ന പേര് നറേഷൻ എന്നാണ്. നറേഷൻ മറക്കരുത്. അപ്പോൾ നറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജേണൽ എഴുതിയ ഇതിനെ ജേണൽ എൻട്രി, ഇതാണ് ജേണൽ എൻട്രി. കണ്ടോ, ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രിയിൽ ആ ട്രാൻസാക്ഷനെ കുറിച്ച് കൊടുക്കുന്ന ലഘു വിവരണത്തെ, ബ്രീഫ് ഡിസ്ക്രിപ്ഷനെ വിളിക്കുന്ന പേരാണ് നറേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഇത് വായിക്കുന്നത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ. ഇങ്ങനെ വേണം ഇത് വായിക്കാൻ. ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ജേണൽ എൻട്രി. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ജാനുവരി 2 അടുത്ത ട്രാൻസാക്ഷൻ നടന്നത്. നമ്മൾ അതുകൊണ്ട് ഡേറ്റ് കോളത്തിൽ ജാനുവരി 2 എന്നിട്ടു. അതിൻ്റെ ഇങ്ങനെ ഇട്ട് 2 ഇട്ടാൽ മതിയാകും. 2 എന്തായിരുന്നു അത് സംഭവിച്ചത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹12,000. അതാണ് അടുത്തതായി നടന്ന ട്രാൻസാക്ഷൻ. അതെങ്ങനെയാണ് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹12,000. 12,000 റുപ്പീസിൻ്റെ ഗുഡ്സ് വാങ്ങി. ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലേ? അതേ, ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഒരു അക്കൗണ്ടിൻ്റെ പേര് നമുക്ക് കിട്ടി. ഗുഡ്സ് വാങ്ങിയത് കൊണ്ട് പർച്ചേസ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. 2 അക്കൗണ്ടുകൾ, ക്യാഷ് അക്കൗണ്ടും പർച്ചേസ് അക്കൗണ്ടും, രണ്ടും റിയൽ അക്കൗണ്ടാണ്. ബിസിനസ്സിലേക്ക് വന്ന അസറ്റിന് ഡെബിറ്റ് കൊടുക്കുക, പർച്ചേസ് എന്നുള്ള ഗുഡ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കുക. ഗുഡ്സ് വാങ്ങിയപ്പോൾ ക്യാഷ് പോയി, ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റും കൊടുത്തേക്കുക. ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്തിൽ എഴുതാം. ഡെബിറ്റ് അക്കൗണ്ടിൻ്റെ പേര് ആദ്യം എഴുതണം. ഏതായിരുന്നു അത്? പർച്ചേസ് അക്കൗണ്ട്. ഇതിന് നേർക്ക് വലത്തെ അറ്റത്ത് എന്ത് കൊടുക്കുക? DR. രണ്ടാമത്തെ ലൈനിൽ 2. ഏതായിരുന്നു ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ പേര്? ക്യാഷ് അക്കൗണ്ട്. വായിക്കുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. എത്രയായിരുന്നു എമൗണ്ട്? 12,000. ഇതേണ്ട റെക്കോർഡ് ചെയ്തു. ഒരു നറേഷൻ ബ്രാക്കറ്റിൽ കാണിക്കാം. എന്താണ് നറേഷൻ? ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ്, അല്ലെങ്കിൽ വെറുതെ ഗുഡ്സ് പർച്ചേസ്ഡ് എന്ന് മതി. കാരണം ക്യാഷ് അക്കൗണ്ട് ഉള്ളത് കൊണ്ട് ക്യാഷ് ആണെന്ന് മനസ്സിലാകും. ഗുഡ്സ് പർച്ചേസ്ഡ് ആണിത്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ജാനുവരി 5 അടുത്ത ട്രാൻസാക്ഷൻ നടന്നത്. ബോട്ട് മിഷനറി ഫോർ ₹20,000. മിഷനറി വാങ്ങി. ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഒന്ന് കണ്ടുപിടിക്കാം. ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്. ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. മിഷനറി വാങ്ങിയത് കൊണ്ട് മിഷനറി അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. 2 അക്കൗണ്ടും കിട്ടി. ക്യാഷ് അക്കൗണ്ടും മിഷനറി അക്കൗണ്ടും രണ്ടും റിയൽ അക്കൗണ്ടാണ്. മിഷനറി വാങ്ങിയപ്പോൾ മിഷനറി ബിസിനസ്സിലേക്ക് വന്നു. മിഷനറി ആണല്ലോ, അപ്പോൾ ഡെബിറ്റ്. മിഷനറി വാങ്ങുമ്പോൾ കയ്യിലുള്ള ക്യാഷ് പോവാണ്. ക്യാഷ് ഗോസ് ഔട്ട്. അതുകൊണ്ട് ക്യാഷിനാണ് ക്രെഡിറ്റ്. ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലായി. ആദ്യം നമുക്ക് ഡെബിറ്റ് അക്കൗണ്ടിൻ്റെ പേരെഴുതാം. മിഷനറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. കണ്ടോ, റെക്കോർഡ് ചെയ്തു. എമൗണ്ട് എത്രയായിരുന്നു? 20,000. മിഷനറിക്ക് നേർക്ക് ഡെബിറ്റ് കോളം 20,000, ക്യാഷിന് നേർക്ക് ക്രെഡിറ്റ് കോളത്തിൽ 20,000. നറേഷൻ എന്തെഴുതാം? മിഷനറി പർച്ചേസ്ഡ്. അത്രയേ ഉള്ളൂ. മിഷനറി പർച്ചേസ്ഡ്. ഇതാണ് ഇതിൻ്റെ നറേഷൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ജാനുവരി 7 പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം അനില സ്റ്റോഴ്സ്. നമുക്ക് ഡേറ്റ് ഇടാം. ഇനി ഇതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഡെബിറ്റും ക്രെഡിറ്റും കണ്ടുപിടിക്കുന്നത്? അനില സ്റ്റോഴ്സിൽ നിന്നും വാങ്ങി. ഒരു പ്രത്യേക
വ്യക്തിയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ വാങ്ങി എന്ന് പറയുമ്പോൾ അത് കടവായിട്ട് വാങ്ങിയതാണ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അനില സ്റ്റോഴ്സ് അക്കൗണ്ടിൽ നിർബന്ധമായും എഴുതണം. അനില സ്റ്റോഴ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. അതേപോലെ ഗുഡ്സ് വാങ്ങിയത് കൊണ്ട് പർച്ചേസ് അക്കൗണ്ടിലും എഴുതണം. എഴുതേണ്ട 2 അക്കൗണ്ടുകളുടെ പേര് നമ്മുടെ മനസ്സിൽ വന്നു. ഏതൊക്കെ? അനില സ്റ്റോഴ്സ് അക്കൗണ്ടും പർച്ചേസ് അക്കൗണ്ടും. ഇനി അനില സ്റ്റോർ നമുക്ക് ഗുഡ്സ് തന്ന വ്യക്തിയാണ്, ഈ ഗുഡ്സിൻ്റെ ഗിവർ ആണ്. അനില സ്റ്റോഴ്സിനാണ് ക്രെഡിറ്റ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഗുഡ്സ് വന്നു, ഗുഡ്സിന് അപ്പോൾ ഡെബിറ്റ് കൊടുക്കണം, അതായത് പർച്ചേസിന് ഡെബിറ്റ് കൊടുക്കണം. ഡെബിറ്റ് അക്കൗണ്ടിൻ്റെ പേര് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റഡ്. ക്രെഡിറ്റ് അക്കൗണ്ടിൻ്റെ പേര് അനില സ്റ്റോഴ്സ് അക്കൗണ്ട്. എത്ര എമൗണ്ടിൻ്റെയാ? 5000 റുപ്പീസിൻ്റെ. ഇതേണ്ട ഡെബിറ്റ് എമൗണ്ട് കോളം പർച്ചേസിന് നേർക്ക് 5000, അനില സ്റ്റോഴ്സിന് നേർക്ക് ക്രെഡിറ്റിൽ 5000. കണ്ടോ? ഇനി നമുക്ക് നറേഷൻ എഴുതാം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം എവിടെ നിന്നാ? അനില സ്റ്റോറിൽ നിന്നും നമ്മൾ ഗുഡ്സ് വാങ്ങി. കണ്ടോ? ആദ്യത്തെ 4 ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ജാനുവരി 9 സോൾഡ് ഗുഡ്സ് ഫോർ ₹15,000. സോൾഡ് ഗുഡ്സ് ഫോർ ജാനുവരി 9. ഇതിനകത്തിൽ ആദ്യം റെക്കോർഡ് ചെയ്യേണ്ട 2 അക്കൗണ്ടുകളുടെ പേര് നമുക്ക് നോക്കാം. ക്യാഷ് ട്രാൻസാക്ഷനാണ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഗുഡ്സുമായി ബന്ധപ്പെട്ട വിറ്റ ഗുഡ്സിൻ്റെ അക്കൗണ്ടാണ്, അതുകൊണ്ട് സെയിൽസ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യേണ്ട 2 അക്കൗണ്ടുകൾ ക്യാഷ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. ഗുഡ്സ് വിൽക്കുമ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു. ക്യാഷ് കംസ് ഇൻ, ക്യാഷിന് ഡെബിറ്റ്. ഗുഡ്സ് പോകുന്നു, ഗുഡ്സ് അക്കൗണ്ടായ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ്. ഡെബിറ്റ് ക്യാഷ് അക്കൗണ്ട്, ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട്. ഇനി എളുപ്പമാണല്ലോ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ്. എത്രയാണ്? 15,000. ക്യാഷിന് നേർക്ക് 15,000, സെയിൽസിന് നേർക്കും 15,000. നമുക്ക് നറേഷൻ എഴുതാം. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ് എന്ന് എഴുതിയാൽ വളരെ നല്ലത്. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. കണ്ടോ? ഇനി അടുത്തത് ജാനുവരി 11 ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുകയാണ്. ഓപ്പൺഡ് ബാങ്ക് അക്കൗണ്ട് വിത്ത് ₹3,000. 3000 രൂപ മുടക്കി ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി. അപ്പോൾ നമ്മുടെ കയ്യിലിരുന്ന ക്യാഷ് പോയിട്ടുണ്ട്. ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്. ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഈ ക്യാഷിൻ്റെ റിസീവർ ബാങ്ക് എന്നുള്ള വ്യക്തിയാണ്. ബാങ്കിന് ക്യാഷ് കിട്ടി, റിസീവർക്ക് ഡെബിറ്റ് കൊടുക്കണം, ബാങ്ക് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുക്കണം. നമ്മുടെ കയ്യിലിരുന്ന ക്യാഷ് പോയി, ക്യാഷിന് ക്രെഡിറ്റും കൊടുക്കണം. ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലായല്ലോ. ഞാൻ എൻട്രി എഴുതുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് 3,000. നറേഷൻ നമുക്ക് എന്തെഴുതാം? നറേഷൻ ഓപ്പൺഡ് എ ബാങ്ക് അക്കൗണ്ട്. കണ്ടോ? അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് 14 സോൾഡ് ഗുഡ്സ് ടു വിജയ് ₹7,000. അത് ഞാൻ ഡേറ്റ് ഒന്ന് ഇട്ടോട്ടെ. 14 സോൾഡ് ഗുഡ്സ് ടു വിജയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ അത് ക്രെഡിറ്റിന് വിറ്റതാണ്, കടവായിട്ട് വിറ്റതാണ്. അപ്പോൾ വിജയ്സ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഗുഡ്സ് വിറ്റതായതുകൊണ്ട് ഗുഡ്സ് അക്കൗണ്ടായ സെയിൽസ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? വിജയ്സ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും. ഈ നമ്മൾ വിറ്റ ഗുഡ്സിൻ്റെ റിസീവറാണ് വിജയ്. അതുകൊണ്ട് വിജയ്ക്ക് ഡെബിറ്റ് കൊടുക്കണം. ഗുഡ്സ് പോയി, അതുകൊണ്ട് സെയിൽസ് അക്കൗണ്ടിന് ക്രെഡിറ്റും കൊടുക്കണം. വിജയ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. എമൗണ്ട് 7,000. നറേഷൻ എന്തെഴുതാം? ഗുഡ്സ് സോൾഡ് ടു വിജയ്. ഇതാണ് ഇതിൻ്റെ നറേഷൻ. ഇനി നമുക്ക് 17 ട്രാൻസാക്ഷൻ എഴുതാം. ജാനുവരി 17 കണ്ടോ? റിസീവ്ഡ് കമ്മീഷൻ ₹500.
റിസീവ്ഡ് കമ്മീഷൻ ₹500. 500 രൂപ കമ്മീഷൻ കിട്ടി എന്ന് പറയുമ്പോൾ ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്. ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. കമ്മീഷൻ കിട്ടിയത് കൊണ്ട് കമ്മീഷൻ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്യുന്ന രണ്ട് അക്കൗണ്ടുകൾ ക്യാഷ് അക്കൗണ്ടും കമ്മീഷൻ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് ഒരു റിയൽ അക്കൗണ്ടാണ്. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, അതുകൊണ്ട് ക്യാഷിന് ഡെബിറ്റ്. കമ്മീഷൻ ഒരു ഇൻകമാണ്, ഇൻകത്തിന് ക്രെഡിറ്റ് കൊടുക്കണം. ഇൻകം ഇൻക്രീസ് ചെയ്താൽ ഇൻകത്തിന് ക്രെഡിറ്റ് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് കൊടുത്തു. കമ്മീഷൻ അക്കൗണ്ട് ടു കമ്മീഷൻ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു കമ്മീഷൻ അക്കൗണ്ട് 500. കണ്ടോ? 500. നറേഷൻ എന്ത് എഴുതും? കമ്മീഷൻ റെസീവ്ഡ്, കമ്മീഷൻ റെസീവ്ഡ്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്നാണ്? ജാനുവരി 19 ക്യാഷ് സെയിൽസ്. കുട്ടികൾക്കൊക്കെ സംശയം വരുന്ന ഒരു ഐറ്റമായത് ഈ ക്യാഷ് സെയില്, ക്യാഷ് പർച്ചേസ് എന്നൊക്കെ പറഞ്ഞാൽ. ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ക്യാഷ് വാങ്ങിക്കൊണ്ട് ഗുഡ്സ് വിറ്റു, അത്രയേ ഉള്ളൂ. ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് ഗുഡ്സ് വിറ്റു, അതാ ക്യാഷ് സെയിൽ. ക്യാഷ് വാങ്ങിക്കൊണ്ടേ, അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, ക്യാഷിന് ഡെബിറ്റ്, ഗുഡ്സ് പോയി, സെയിൽസിന് ക്രെഡിറ്റ്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് സെയിൽ എന്ന് പറഞ്ഞാൽ ക്യാഷിന് ഗുഡ്സ് വിറ്റു, ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു, ക്യാഷിന് ഡെബിറ്റ്, സെയിൽസിന് ക്രെഡിറ്റ്. ഓക്കെ, ഞാൻ എഴുതുകയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ് അക്കൗണ്ട് 9,000. നറേഷൻ നമുക്ക് എന്ത് എഴുതാം? ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. ഗുഡ്സ് സോൾഡ് ഫോർ ക്യാഷ്. നറേഷൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഇനി അടുത്തത് 22-ൻ്റെയാണ്. ക്യാഷ് പെയ്ഡ് ടു അനില സ്റ്റോഴ്സ്. ഡേറ്റ് ഇടട്ടെ. ക്യാഷ് പെയ്ഡ് ടു അനില സ്റ്റോഴ്സ്. ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്. കാരണം ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയൊരു ട്രാൻസാക്ഷനാണ്. ക്യാഷ് അക്കൗണ്ടിൽ ഉറപ്പായിട്ടും റെക്കോർഡ് ചെയ്യണം. അതേപോലെ ഈ ക്യാഷ് കിട്ടിയത് അനില സ്റ്റോഴ്സിനാണ്, അതുകൊണ്ട് അനില സ്റ്റോഴ്സ് അക്കൗണ്ടിലും എഴുതണം. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ക്യാഷിന് ക്രെഡിറ്റ്. ഈ ക്യാഷിൻ്റെ റിസീവർ അനില സ്റ്റോഴ്സ്. ഈ ക്യാഷിൻ്റെ റിസീവർ അനില സ്റ്റോഴ്സ്. അനില സ്റ്റോഴ്സിന് അപ്പോൾ ഡെബിറ്റ്. അനില സ്റ്റോഴ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് എത്രയാണ് അവർക്ക് കൊടുത്തത്? 3,000. കണ്ടോ? നറേഷൻ എന്ത് എഴുതും? പെയ്ഡ് ടു അനില സ്റ്റോഴ്സ്. ഇതാണ് അതിൻ്റെ നറേഷൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മിസ്റ്റർ അലക്സ് ദ പ്രൊപ്പറേറ്റർ വിഡ്രോ ക്യാഷ് ഫ്രം ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ₹2,000. അലക്സ് എന്ന് പറയുന്ന നമ്മുടെ പ്രൊപ്പറേറ്റർ ബിസിനസ്സിൽ നിന്ന് ഒരു 2,000 രൂപ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് എടുത്തു. ഓണറും ബിസിനസ്സും തമ്മിൽ നടത്തിയ ട്രാൻസാക്ഷനാണ്. ഓണറും ബിസിനസ്സും തമ്മിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ 2 അക്കൗണ്ടുകളാണല്ലോ, ക്യാപിറ്റൽ അക്കൗണ്ടും ഡ്രോയിങ്സ് അക്കൗണ്ടും. ഇതപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷനാണ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ 2 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ടും ഡ്രോയിങ്സ് അക്കൗണ്ടും. ക്യാഷ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ഓണറുമായി നടത്തിയ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട്, ഓണറുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി നടത്തിയ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. ഓണർ റിസീവർ, അതുകൊണ്ട് ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ്. ഏതിനാണ് ഡെബിറ്റ്? ഡ്രോയിങ്സ് അക്കൗണ്ടിന്. ഓണർക്കാണ് കിട്ടിയത്. ഓണേഴ്സ് അക്കൗണ്ടായ ഡ്രോയിങ്സ് അക്കൗണ്ടിന് ഡെബിറ്റ്. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോയതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ്. ജേണൽ എൻട്രി എന്തെഴുതും? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. നമുക്കതിൻ്റെ നറേഷൻ എന്തെഴുതാം? വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. ഇതാണ് ഇതിൻ്റെ നറേഷൻ. അടുത്ത ട്രാൻസാക്ഷൻ ഏതാണ്? ക്യാഷ് റിസീവ്ഡ് ഫ്രം വിജയ്. വിജയിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടി. ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്, അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നു. ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ്. വിജയ് ആണ് ഇതിൻ്റെ ഗിവർ.
വിജയിയാണ് ഇതിൻ്റെ ഗിവർ. അതുകൊണ്ട് വിജയ്ക്ക് ക്രെഡിറ്റ്. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റും വിജയ്സ് അക്കൗണ്ടിന് ക്രെഡിറ്റും. എത്ര രൂപയാണ് തന്നത്? 5000. കണ്ടോ? 5000. നമുക്കിതിൻ്റെ നറേഷൻ എന്തെഴുതാം? ക്യാഷ് റിസീവ്ഡ് ഫ്രം വിജയ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം വിജയ്. ഇതാണ് ഇതിൻ്റെ നറേഷൻ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം AK എൻ്റർപ്രൈസ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫ്രം AK എൻ്റർപ്രൈസ്. ഒരു സ്ഥാപനത്തിൽ നിന്നും ഫർണിച്ചർ വാങ്ങി. അത് തീർച്ചയായിട്ടും കടമായിട്ടായിരിക്കും വാങ്ങിയത്. ക്രെഡിറ്റിനാണ് ആ ഫർണിച്ചർ വാങ്ങിയത്. ക്രെഡിറ്റിന് വാങ്ങുമ്പോൾ ആരുമായിട്ടാണോ ആ ഇടപാട് നടത്തിയത് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ അക്കൗണ്ടിൽ എഴുതണം. AK എൻ്റർപ്രൈസ് അക്കൗണ്ടിൽ ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം. ഫർണിച്ചർ വാങ്ങിയത് കൊണ്ട് ഫർണിച്ചർ അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? AK എൻ്റർപ്രൈസ് അക്കൗണ്ടും ഫർണിച്ചർ അക്കൗണ്ടും. നമ്മുടെ ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വന്നു. അതുകൊണ്ട് ഫർണിച്ചറിന് ഡെബിറ്റ്. അപ്പോൾ ട്രാൻസാക്ഷൻ 28 അല്ലേ? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു. ഈ ഫർണിച്ചറിൻ്റെ ഗിവർ ആരാണ്? AK എൻ്റർപ്രൈസസ് അക്കൗണ്ട്. എത്ര രൂപയുടെ ഫർണിച്ചറാണ് വാങ്ങിയത്? 4000 രൂപയുടെ ഫർണിച്ചർ. കണ്ടോ? ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റഡ് ടു AK എൻ്റർപ്രൈസ് അക്കൗണ്ട്. നറേഷൻ ഫർണിച്ചർ പർച്ചേസ്ഡ്. ഇനിയും ലാസ്റ്റ് എന്താ? പെയ്ഡ് സാലറി. 31 നടന്ന ട്രാൻസാക്ഷനാണ്. പെയ്ഡ് സാലറി കൊടുത്തു. ഇതൊരു ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലേ? ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. സാലറി കൊടുത്തതായതുകൊണ്ട് സാലറി അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന രണ്ട് അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ടും സാലറി അക്കൗണ്ടും. സാലറി കൊടുത്തു. സാലറി ഒരു എക്സ്പെൻസ് അല്ലേ? നമ്മൾ നോമിനൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താ പഠിച്ചേക്കുന്നത്? എക്സ്പെൻസിന് ഡെബിറ്റ് കൊടുക്കണമെന്നാണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. അപ്പോൾ സാലറിക്ക് ഡെബിറ്റ്. സാലറി കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് പോകും. ക്യാഷിന് ക്രെഡിറ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? സാലറി അക്കൗണ്ട് എഴുതുന്നത് ഇങ്ങനെയാണ്. സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. സാലറി അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് 5000. നറേഷൻ പെയ്ഡ് സാലറി. കണ്ടോ? നമ്മൾ ഇത്രയും ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു. അപ്പോൾ നമ്മളെ ജേണൽ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത്ര രസകരമായി സിമ്പിളായിട്ട് നമുക്ക് ജേണൽ പഠിക്കാൻ പറ്റും. നമ്മളിനിയും കൂടുതൽ ട്രാൻസാക്ഷൻസുമായിട്ട് ജേണലിൽ എഴുതുന്നത് എങ്ങനെയെന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അല്ലാതെ ഇത് കേട്ടോ അല്ലെങ്കിൽ വെറുതെ വായിച്ചോ പഠിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത്തരം ജേണൽ എൻട്രീസ്. നിങ്ങളിതിൻ്റെ ക്വസ്റ്റ്യൻ മാത്രം എടുത്തു വെച്ച് ഇത് കേട്ടതിന് ശേഷം തന്നെ പ്രാക്ടീസ് ചെയ്ത് കമ്പയർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലെയും ഇതേപോലെ കമ്പയർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലെ പല ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത എപ്പിസോഡിൽ കുറേ അധികം ഇന്ന് കേൾക്കാത്ത തരത്തിലുള്ള ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെ എന്ന് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതേപോലെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ബൈ.